മന്ത്രി ഇല്ലാത്തൊരു ഭയങ്കര പ്രശ്നമല്ലേ? ഇടുക്കിക്ക് മന്ത്രി വേണ്ടായിരുന്നു. നമ്മൾ അപ്പോഴത്തെ മന്ത്രി വന്ന് ഓർത്തിരുന്ന ആയില്ലോ, ആയില്ല. ആ വന്ന് പ്രതീക്ഷിക്കണ്ടായിരുന്നു, മന്ത്രി സ്ഥാനം കിട്ടുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ആയില്ലോ. ഇടുക്കിയിൽ 5 സീറ്റ് UDF ജയിച്ചാണല്ലോ. ആ സാഹചര്യത്തിലൊരു സീറ്റ് മന്ത്രിസ്ഥാനം കിട്ടേണ്ടതായിരുന്നില്ലേ? കിട്ടണ്ടായിരുന്നു. ഇടുക്കിയിലെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നൊക്കെ UDF വാഗ്ദാനം ചെയ്തല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാമല്ലോ, പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ നമുക്ക്. മന്ത്രി ഇല്ലാണ്ട് പിന്നെ എങ്ങനെയാണ്? എന്നാലും എന്തൊക്കെ ചെയ്യായിരിക്കുമല്ലോ അതിനു വേണ്ടി അങ്ങനെ പ്രതീക്ഷിക്കാം. മന്ത്രി ഇല്ലാത്തതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയല്ലോ ഉള്ളത്, പിന്നെ പേടിക്കാതെ ഇരിക്കണേ. മുഖ്യനാണല്ലോ, ആഭ്യന്തരമുണ്ട്. പിന്നെ തന്നെ അവർ ഏതും ചെയ്തോളൂ. നമുക്കൊരു മന്ത്രിയുടെ വേണമായിരുന്നു അല്ലേ? ആ പരിഗണനയിലിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം മുമ്പ് മണിയാശാൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണ റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും തന്നെ PJ ജോസഫ് ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇടുക്കിക്ക് ഒരു മന്ത്രി ഇല്ല. ആ മന്ത്രി വരുമെന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാം ഒറ്റയടിക്ക് എങ്ങനെ തീരണം. അപ്പോൾ എല്ലാം നോക്കട്ടെ, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മന്ത്രി ഇല്ലെങ്കിലും ഇടുക്കിക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടുന്നതാണോ? പാലിക്കപ്പെടുമെന്നാണ് നോക്കുന്നത്. ഭരണത്തിന് ഒരു മികവ് തന്നെ, ദോഷമൊന്നും വരില്ല, ഒരു ദോഷം വരില്ല. ലോട്ടറി സമ്മാനമില്ല, 100 ടിക്കറ്റ് എടുത്താലും ഗ്യാരണ്ടിയില്ല, സമ്മാനം കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഒരു പരിഗണന. അതിനകത്ത് നമ്മുടെ ധനകാര്യ വകുപ്പ് ഒരു കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹ അഭിപ്രായം. അത് നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് പറയണം. മുഖ്യമന്ത്രിയെ ധനകാര്യം കൈകാര്യം. മുഖ്യമന്ത്രി ആകട്ടെ, ആരെങ്കിലും ആകട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ല പ്രവർത്തിക്കുക. മന്ത്രി ഉണ്ടാവും, സമാധാനപ്പെടുക. ഇപ്പോൾ ഇടുക്കി നമുക്ക് എല്ലാ വർഷവും കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ സമയത്തും ഇടുക്കി മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷേ വന്ന ഒരു നഷ്ടമാണ് നമുക്ക്. ജില്ലയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്പോൾ നടക്കുമോ മന്ത്രി ഇല്ലാണ്ട്? മന്ത്രി ഇല്ലാണ്ട് നടക്കുമെന്നൊരു സംശയം എനിക്ക്. എന്നാ വെച്ചാൽ കഴിഞ്ഞ മന്ത്രിസഭ കാലങ്ങളിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്രാവശ്യത്തെ ഭരണം എങ്ങനെയാണെന്നുള്ളൊരു കണ്ടറിയേണ്ടതുണ്ട്, ആശങ്കയുണ്ട്. മുമ്പൊക്കെ മണിയാശാൻ ഉണ്ടായിരുന്നു, റോഷി അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. മണിയാശാൻ വൈദ്യുതി പോയപ്പോൾ നിന്നപ്പോൾ നല്ലൊരു നമുക്ക് 5 വർഷം വൈദ്യുതി നഷ്ടമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പോയിക്കൊടുന്നത്. ഇപ്രാവശ്യം എങ്ങനെ ഇതെല്ലാം ഒന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. 2 വാചകം പറയേ. പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. ഇടുക്കിക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഇത്തവണ ആ കാര്യങ്ങൾ നോക്കാൻ ഒരു മന്ത്രി പോലും ഇല്ല. അത് പണ്ട് നമുക്ക് അങ്ങനെ ആയിരുന്നല്ലോ. അല്ല, നേരത്തെ മന്ത്രിമാരുണ്ടല്ലോ ഇടുക്കിയുടെ ചുമതല നോക്കാനായിട്ട്. MM മണി ഉണ്ടായിരുന്നപ്പോൾ ശരിയാ, ശരിയാ. പക്ഷേ ഇനി അതൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കണ്ടറിയാം. പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക, എന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ. മന്ത്രി ഒരെണ്ണം വേണ്ടതായിരുന്നു. അപ്പോൾ PJ ജോസഫിന് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇല്ല. PJ ജോസഫിന് കൊടുത്തത് മോൻസ് ജോസഫിനല്ലേ ഉള്ളത്? അതിവിടെയല്ല, ഇടുക്കി ജില്ലയിലല്ല. ജില്ലയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു മന്ത്രി ആവശ്യമല്ലേ? ആവശ്യമാണ്. ഇത്രയൊക്കെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്നപ്പോൾ ഒരു മന്ത്രിയുടെ ആവശ്യമുള്ളതാണ്. 5 സീറ്റ് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു മന്ത്രിയെ കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു. അതെ.